നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചെതലയം കൊമ്പൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ആനപ്രശ്നം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ് ചെതലയം ഭാഗമൊക്കെ. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കർഷകൻ്റെ വീടിൻ്റെ മുറ്റത്ത് ആന വരികയും ജനൽ തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കൃഷിനാശമൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും ആ കർഷകനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് പോകും കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഇവിടെ എങ്ങനെയാട്ടെ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് ഭയങ്കര ശല്യമാണ് എൻ്റെ. അല്ലേ? ഒരു മാസമായിട്ട് ശല്യമാണ്. ഞാൻ 2 പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങി, 2 പ്രാവശ്യം ഞാൻ കഴിച്ചലായതാണ്. അല്ലേ? ആന വീടിൻ്റെ അടുത്ത് വരെ പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ എണിച്ച് ഒച്ചപ്പാട് കേട്ടിട്ട് നോക്കുമ്പോഴേ ആന നേരെ മുറ്റത്തെത്തി. ഞാൻ വാതിലടച്ചകത്ത് കയറി ചെയ്ത് ഭയങ്കര ശല്യമാണ്. അതിനെ കൊണ്ടുള്ള കാപ്പിയും കവുങ്ങും എല്ലാം നശിപ്പിച്ചിട്ടാണ് പോണത്. ഈ ചേട്ടൻ്റെ ജനല് തകർത്ത ആ സംഭവം എന്നായിരുന്നു? അത് മെനിഞ്ഞാന്ന് രാത്രി. എത്ര മണിയായപ്പോൾ? രാത്രി 12 മണിക്ക്. അറിഞ്ഞായിരുന്നു? 11:45 ആന വന്നായിരുന്നു, അറിഞ്ഞായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാനും മക്കളൊക്കെ കൂടി ഇറങ്ങി നോക്കി അത് എവിടെ ആനയെ നോക്കാൻ വേണ്ടി. അപ്പോൾ ആന താഴെ തൊട്ട് പറമ്പിലുണ്ടായിരുന്നു. അവിടുന്ന് ആന ഇങ്ങനെ കയറി വന്ന് നേരെ മുകളിലോട്ട് പോയി. തിരിച്ചു വന്ന വരവിലാണ്, ഞങ്ങളപ്പോൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആനയെ പോയിട്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഗ്ലാസ് വന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്ലാസ്സിൽ വന്നിരിക്കുക. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ട് പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസോർട്ടല്ല, അതൊന്നും ആയിട്ടില്ല, സർക്കാരിൻ്റെ ഒരാൾ എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഗേറ്റും കൂടി തകർത്തിട്ടാണ് ആന പുറത്ത് ചാടി അങ്ങനെ വരുന്നത്. ഈ ഭാഗത്തൊക്കെ ഫെൻസിങ് ഉള്ളതാണോ? ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫെൻസിങ് ഒന്നും അത്ര കാര്യമായിട്ടില്ല എന്നുള്ള അതുകൊണ്ട് വലിയ ഉപകാരമില്ല. ആ ഗേറ്റ് തകർത്ത സ്ഥലം ഒന്ന് കാണിക്കാം നമുക്കിനി. ആന ഗേറ്റ് തകർത്ത് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകട്ടെ. ചേട്ടൻ കാണിച്ചു തരും. ഈ ഗേറ്റൊക്കെയാണ് തകർത്ത്. ഇപ്പോൾ തൽക്കാലം കയറിട്ട് കെട്ടി വെച്ചാൽ. ഈ ഗേറ്റ് അല്ലേ? ഇതിലെ പറമ്പിൽ കൂടെ ഗേറ്റ് 2 വളഞ്ഞിരിപ്പുണ്ടല്ലേ? ഇത് മൊത്തം മറിച്ചിട്ടായിരുന്നു? മറിച്ചിട്ടായിരുന്നു ആണല്ലേ? അപ്പൊ ഇതിന്റെ അപ്പുറം കാടുണ്ടോ? ഇതിന് തൊട്ട് അപ്പുറത്തേക്ക് കാടായി. പക്ഷെ ഫെൻസിങ് ഉള്ളതല്ലേ? ഫെൻസിങ് ഉണ്ട്. മൊത്തത്തിൽ 1.5 കിലോമീറ്റർ വെച്ചിട്ട് ഫെൻസിങ് ഉണ്ട്. അതിന് ബാറ്ററി ഉണ്ട്. പക്ഷെ അതൊന്നും എത്ര പവർ പോരാന്നുള്ളൊരു തോന്നലാണ് നമുക്ക്. ആന പിന്നെ അത് കളയുന്നു. അത് ചവിട്ടി കളഞ്ഞിട്ട് ആന പുറത്തേക്ക് വരുന്നല്ലേ? നമുക്ക് ആ വീടിന്റെ അങ്ങോട്ട് പോയാലോ? വീടിന് നമുക്ക് ആ ചേട്ടൻ്റെ വീടിന്റെ അങ്ങോട്ട് പോകാം കേട്ടോ. ഈ ഭാഗമൊക്കെ ഫോറസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ വീടുകളുള്ള സ്ഥലം കേട്ടോ. ഒരാഴ്ച മുമ്പേ വന്ന് തകർത്താണ് ഇവിടെ വന്നാ? ഒരാഴ്ച മുമ്പേ വന്ന് വാഴയെല്ലാം തകർത്തിട്ട്. ഒരാഴ്ച മുന്നേ ഇവിടെ വന്നായിരുന്നല്ലേ? വന്നായിരുന്നു. വാഴയൊക്കെ കളഞ്ഞല്ലേ? അന്ന് പറഞ്ഞായിരുന്നോ? അന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ രാത്രി ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ആന ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടത് ആന അവിടെ എത്തി. ആനയുടെ കാൽപ്പാടുണ്ട്. ആനയുടെ കാൽപ്പാട് ഇവിടെയുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. ഇതിൽ ആന സ്ഥിരം വഴിയാണ്. അങ്ങനെയായോ? ഇത് ഇപ്പൊ എത്ര നാളായി ഇങ്ങനെ ആനശല്യം ഭയങ്കര ഇതായിട്ട് വരുന്നു? ഇപ്പൊ ഒരു മാസമായിട്ട് ഭയങ്കര ശല്യ. ഒരു മാസമായിട്ട് ഭയങ്കര ശല്യ ആന. ഇത് മുറ്റത്തു കൂടെയാ പോണത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഉള്ളിൽ വർത്താനം പറയുന്ന സമയത്താണ് ഈ ഗ്ലാസ് വന്ന് ഇടിച്ചേ. കുത്തിയിട്ട് പോയതല്ലേ? അതില് അങ്ങനെ കേറിയിട്ട് ഈ പറമ്പ് കൂടെ തന്നെ കയറിപ്പോയി അപ്പുറത്തെ പറമ്പ് വരുന്ന ഇവിടുന്ന് തന്നെ ഈ ഭാഗത്തുനിന്ന് വന്ന് അപ്പുറത്തെ പറമ്പ് കൂടെ കയറി നേരെ മുകളിലോട്ട് പോയി. അങ്ങനെ അവിടുന്ന് പുറത്തുകാർ ഓടിക്കുമ്പോ അവർ ഓടിച്ച് കാട്ടിലേക്ക് വിടുന്നത്. വിടുന്ന സമയത്ത് വരുന്ന വരവാണ്. ആ ഒരു ദേഷ്യത്തിനാണ് ആ ജനലിൽ കുത്തിയിട്ട് പോയെന്നോ. ഓടിച്ചതിന്റെ ദേഷ്യത്തിലല്ലേ? നിങ്ങളൊന്നും കാണിച്ചല്ല? ഇല്ല. എന്നിട്ട് സ്ഥിരമായിട്ട് അവര് കാവലുണ്ട്. ആന വന്നു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് എന്തായാലും വരുന്നുണ്ട്. എപ്പോഴായാലും വിളിച്ചാൽ അവര് റെഡിയാണ്. ഇപ്പൊ സ്ഥിരം വഴിയായിട്ടുണ്ട്. സ്ഥിരം പോണല്ലേതാ. താഴേക്ക് ഇറങ്ങിയാലോ? ആന കയറി വന്ന് വലിയ കാൽപ്പാടല്ലേ? വലിയ ആന. ഇത്രയും കുഴിഞ്ഞ എങ്ങനെയാ? ഇവിടെ ലേശം മണ്ണെടുത്തിട്ടതാ. വലിയ കുഴിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കാലിന്റെ അത്രയും നേട്ടത്തിൽ കുഴി വലിയ കുഴിയാ.
ആ സമയത്ത് ഭയങ്കര മഴയല്ലേ. എടുത്തിട്ട മണ്ണായതുകൊണ്ട് ആ ഇത് ഒരു പ്ലാസ്റ്റിക് കൂടുതൽ വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് ഒരേ കാൽപ്പാടി കൂടെ പോകുന്നേ. ഒരേ കാൽപ്പാട് കൂടെ ആയിരുന്നു. അതെങ്ങനെ കുഴിഞ്ഞാലേ അതിലേയും വരുന്നുണ്ട്. അതിലേ ആ വാഴയെല്ലാം നശിപ്പിച്ചു, ഇവിടെ ഉള്ള വാഴകളൊക്കെ നശിപ്പിച്ചു. വാഴകളൊക്കെ കളഞ്ഞു. വാഴകളൊക്കെ കളഞ്ഞു. വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആളുകളുടെ നേരെ വരുന്നുണ്ടോ ആന? ആളുകളുടെ നേരെ പിന്നെ അന്ന് ഒരു ദിവസം മാത്രമേ എൻ്റെ നേരെ വന്നിട്ടുള്ളൂ. ഞാനവിടെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ ആനേനെ അവിടെ കണ്ടായിരുന്നു. ആ സെക്കൻഡ് കൊണ്ട് ആന വീട്ടിലെത്തി. ഞാനും അത് കയറി ചെയ്തു. പാഞ്ഞു വന്നു അല്ലേ? ആ അന്ന് കുഴപ്പമൊന്നും ചെയ്തില്ല. ആന പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവുക ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പം 2 ദിവസമായിട്ട് ശല്യമില്ല. വലിയ ഭയങ്കര ശല്യമാണ്. എല്ലാ ദിവസവും എന്ന് പറയുന്നത് വരുന്നുണ്ടല്ലോ? എല്ലാ ദിവസം വരുന്നുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് ഇല്ലെന്ന് ഇപ്പം നിലവിൽ കാവലുള്ളത് കൊണ്ടായിരിക്കാം വരാത്തത്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒത്തിരി കൃഷികളും കാര്യങ്ങളും ഇതൊക്കെ ഞാറൊക്കെ നശിപ്പിക്കല്ലേ. കഴിഞ്ഞ വർഷം കൊയ്യാൻ പോലും കിട്ടിയിട്ടില്ല ഈ വയലിൽ. ഇപ്രാവശ്യം ഇതിനകത്തോട്ട് ഇറങ്ങിയില്ല? ഇതിനകത്ത് ഇറങ്ങി ആ ഞാറൊക്കെ പറിച്ച് വലിച്ചെറിഞ്ഞ. ഈ പ്രാവശ്യം ഇറങ്ങി? ഈ പ്രാവശ്യം ഇറങ്ങി. അക്കരെ കുന്നില് അവിടെയും ഇവിടെയും ഈ കുന്നിലാണ് ഭയങ്കര ശല്യം. അക്കരെ വയസ്സ് ഒരുപാട് കവുങ്ങുകളും പിന്നെ നല്ല അവിടെ ഒരു ഗോപാലേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരന് നല്ല കായ്ക്കുന്ന തെങ്ങിനെയാണ്, വലിയ തെങ്ങിനെയാണ്, 4 തെങ്ങിനെയാണ് മറിച്ചത് ഒറ്റ രാത്രി. അത് ഈ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച. അതായത് ഇവിടെ കളപ്പുര വിശ്വം പോയാൽ കാണാൻ പറ്റുമോ? പോയാൽ കാണാം. പിന്നെ കളപ്പുര വിശ്വം എന്ന് പറഞ്ഞ ആളെ അതും വേണമെങ്കിൽ നോക്കാം. അതും അയാളെ നല്ല കായ്ക്കണ തെങ്ങാണ്. പ്രദേശത്തൊക്കെ അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ചവിട്ടി നടന്നു പോയ പാടാട്ടേക്കാണ്. നമുക്ക് ആ തെങ്ങ് കളഞ്ഞൊന്ന് കാണാൻ പോലെ. ഇവിടെ തെന്നി കളിച്ചിട്ടുണ്ടെന്ന്. അത് ഒരു നല്ല മഴയല്ലേ. ഇത് കേറിയതല്ലേ? ഇതിലിറങ്ങി പോണാ? ഇറങ്ങിയതാ. കയറി വരുന്ന ഇതിലങ്ങനെ ഈ വാഴയൊക്കെ നശിപ്പിച്ച് തൊട്ടപ്പുറത്തെ പറമ്പ് കൂടെ കയറി പോകാൻ. നമ്മൾ നോക്കി വീടിൻ്റെ മുറ്റത്തോടെ കേട്ടോ പോകുന്നത്. സംഭവമൊക്കെ ശരിയാണ്, ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലമാണെന്ന് പറഞ്ഞാലും. പക്ഷെ ചേട്ടൻ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നത്? ഞാനിവിടുത്തെ കല്യാണം കഴിച്ചാൽ ഞാനിവരെ മരുമകനാണ്. അല്ലേ? അപ്പോൾ ഇവർ ഈ വീട് എത്ര വർഷമായിട്ടുള്ള? ഇത് പഞ്ചായത്തിന് നിലവിൽ 2019 കിട്ടിയത്. 19? അതിന് മുന്നേ ഇവിടെ താമസിച്ചു. അച്ഛൻ താമസിച്ചു. എത്ര? അവർ ഒരുപാട് വർഷങ്ങളായി. ഒരു 10-40 വർഷം? 40 വർഷമൊക്കെ ഉണ്ടാവില്ല. അച്ഛൻ താമസം തുടങ്ങിയിട്ട് ഇവിടെ 40 പോരാ. അച്ഛൻ 82 വയസ്സായില്ലേ. 10-50 വർഷമെങ്കിലും ഉണ്ടല്ലേ? ഉണ്ട്. അത്രയും വർഷമായിട്ടുള്ള താമസക്കാരായിട്ട് ഈ അടുത്ത്. പക്ഷെ അന്നൊന്നും ഇത്ര ശല്യമില്ല കേട്ടോ. അന്ന് വീടിനെ ആക്രമിക്കുക ഒന്നുമില്ല. അതെ, ഇപ്പം ആനകളുടെ രീതിയും മാറിയല്ലോ. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് അവരുടെ വീടിനോട് തന്നെ കുറച്ച് അടുത്ത് കിടക്കുന്ന മറ്റൊരു പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഇതുപോലെ തന്നെ ആന കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് വന്യമൃഗ പ്രശ്നമുള്ള ഒരു പ്രദേശമാണ്. നമുക്കിനി ഏതായാലും ആ ഒരു സ്ഥലം കൂടെ കണ്ട് ഇവിടുത്തെ ആ ഒരു കർഷകരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. എങ്ങനെയാ? എൻ്റെ പേര് വിശ്വനാഥൻ. കളപ്പുര. ഇവിടെ അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരാഴ്ച ഇപ്പൊ ഒരു കാവലൊക്കെ നിർത്തിയ പോലെ ഒരാഴ്ച വരുന്നില്ല. അല്ലെങ്കിൽ ഡെയിലി വരുന്നുണ്ടല്ലേ? തെങ്ങ്, കവുങ്ങ്, കാലിത്തീറ്റ പുല്ല്, അങ്ങനെയുള്ള സകല സാധനങ്ങളും. കാലിത്തീറ്റ എടുത്തിട്ടുണ്ട്. മുമ്പ് കാലിത്തീറ്റ പുല്ലൊക്കെ അവിടെ എത്രയാ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു ഏട്ടൻ്റെതാണ്. ഇപ്പൊ ഇന്നാണ് വെച്ചാൽ എന്റേതായാലും മുന്നേ വെച്ചു. കവുങ്ങ്, മാന് വേറെ, പന്നി വേറെ. മാനും പന്നിയൊക്കെ ഉണ്ടല്ലേ? എല്ലാം. കാട്ടാട്. ഇവിടെ ഈ ഭാഗത്ത് ഫെൻസിങ് ഇല്ല? ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് ഒന്നും അത്ര ഒരു ശാശ്വതമല്ല. കാട് എന്നാൽ ഇവർ ചാർജ് കുറവാന്നാണ് എന്റെ ബലമായ സംശയം. പിന്നെ റേഞ്ചർ വന്ന് ഇവർ പറഞ്ഞു ചാർജ് കൂട്ടിയിടാം, കാട് വെട്ടാന്നൊക്കെ പറഞ്ഞു. അതിന് ഇവർ പറഞ്ഞ ഫണ്ടില്ല, അല്ലെങ്കിൽ സർക്കാർ വണ്ടിയില്ല. ഒരു സ്ഥലത്തൊരു വേറെ എന്തെങ്കിലും ഒരു മൃഗത്തിന് എന്തെങ്കിലും ഒന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ അവർക്ക് വണ്ടിയുണ്ട്, വാഹനമുണ്ട്, ആൾക്കാരുണ്ട്, പൈസയുണ്ട്. കൃഷിക്കാരൊരു ആവശ്യം വന്നാൽ അവർക്കൊന്നും ഫണ്ടില്ലല്ലേ? ഒരു ഫണ്ടുമില്ല. ഇന്നലെ റേഞ്ചർ വന്നിട്ട് എന്താ പറഞ്ഞ വരാന് സർക്കാർ വണ്ടിയില്ല. ഇപ്പൊ ചുരുക്കം ഇപ്പൊ പറയാ ഒരു മാന പന്നിക്ക് എന്തെങ്കിലും നമ്മളാരും ചെയ്തു എന്ന് പറയട്ടെ.
അവർക്ക് 100 കണക്കിന് വണ്ടിയുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അനീതിയാണ്, ഞാൻ പറയും അനാസ്ഥയാണ്. പിന്നെ കൃഷിക്കാരനായാലും കൃഷിക്കാരന്റെ മുതലിന് ഒരു വിലയും കൽപ്പിക്കാത്തതിന്റെ കുഴപ്പം. അവർ പറയുമ്പോൾ എന്താ പറയുക അറിയോ, ഓ കൃഷിക്കാരൻ നട്ടല്ലാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അവർ കൃഷിക്കാരൻ നട്ടല് ഒടിക്കാനാ നോക്കുന്നത്. എന്നിട്ടോ പറഞ്ഞാ എന്താ പറയാ അറിയോ, ഇന്ന് എഴുതി കൊടുത്തോളി നഷ്ടം. ഒരു തെങ്ങിനെ അവർ കൊടുക്കുന്ന എത്ര അറിയാം, 750 രൂപയാ. 750 രൂപ. നമുക്കൊരു 7500 തന്നാ വെക്കുവോ? ഒരു 200 തേങ്ങ കായ്ച്ച 20 രൂപ കൂട്ടിയാൽ തന്നെ 4000 രൂപയായി. അത് നമ്മളിതൊരു തെങ്ങ് വെച്ചുണ്ടാക്കിയിട്ട് കായ്ഫലക്കായ കുറഞ്ഞ് 25-30 വർഷം പിടിക്കും. ആ സാധനമാണ് ഇവരൊരു സെക്കൻഡ് കൊണ്ട് കളഞ്ഞത്. അവർക്ക് എന്താ എന്നിട്ട് പറയുമ്പോൾ ഫോറസ്റ്റുകാർ ഞങ്ങൾ എന്ത് ചെയ്യാനവർ ചെയ്യാനിട്ടാണ്, ചെയ്യില്ല അവര്. ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ അതാണ് അവര്. ഇപ്പൊ റേഞ്ചർ ഫോറസ്റ്റ് ഒക്കെ വന്നാ ഉണ്ണി എന്താ ചെയ്യാ അറിയോ, മെല്ലെ വന്ന് ജനങ്ങള് സോപ്പൊക്കെ അടിച്ച് മെല്ലെ ചിരിച്ച് അവരങ്ങോട്ട് പോകും ആളെ മയക്കിട്ട്. അത് അവർക്ക് അവിടെ തടിയെടുക്കണം. ഇതിന്റെ ഉള്ളിലുണ്ട്, അത് അവിടുന്ന് വന്നിട്ട് കാണിച്ചു തരാം. തെങ്ങ് മറിച്ചത് ഇതൊക്കെ കണ്ടില്ലേ, കവുങ്ങൊക്കെ ഇതാ പരിപാടി. കവുങ്ങല്ലേ? ഈ കവുങ്ങ് പോയി കിടക്കുന്നുണ്ടോ? കവുങ്ങ് ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇപ്പത്തൊക്കെ. കവുങ്ങിനൊക്കെ ഇപ്പൊ എത്ര നഷ്ടപരിഹാരം? കവുങ്ങിന് ഇപ്പൊ എത്ര തരുന്നത് തന്നെ അറിയില്ല. തെങ്ങിനാണ് അവര് മെയിനായിട്ട് പറയുന്നത്. ഇതുണ്ടോ, നമ്മളിവരെ പറഞ്ഞ കാട്ടിനൊക്കെ ഇതുണ്ട്. ഈ പുല്ല് എന്തുമാതിരി പൊക്കണ്ടേന്ന പുല്ലറിയോ? ഈ പുല്ല് കളഞ്ഞ ഇതൊക്കെ ഇപ്പൊ ഞാൻ വെട്ടിക്ക. ഇതൊക്കെ കംപ്ലീറ്റ് ഒരു 1.5 ആൾ പൊക്കത്തുണ്ടായിരുന്ന പുല്ല. അതൊക്കെ കംപ്ലീറ്റ് ആന കളഞ്ഞാത്. ഇതൊക്കെ കണ്ടില്ലേ കവുങ്ങ്? ഇതുണ്ടല്ലേ മൃഗങ്ങൾ, ഇത് തന്നെ പരിപാടി കണ്ടില്ലേ? കാൽപ്പാടല്ലേ? മാനൊക്കെ ഉണ്ടല്ലേ? മാന് എല്ലാം ഉണ്ട്. ഇവർക്കത് മൃഗങ്ങളെ നമ്മൾ ചെയ്യണമെന്ന് കൊല്ലണമെന്നൊന്നും പറഞ്ഞില്ല. മൃഗങ്ങളെ കാട്ടിൽ നിർത്തട്ടെ, നമുക്ക് ജീവിക്കുകയും ചെയ്യാം, മൃഗങ്ങൾക്ക് അവിടെയും ജീവിക്കാം. ഇതല്ലേ തെങ്ങൊക്കെ മറിച്ച്, ഇതാ പരിപാടി. ഇതല്ലേ ഇവിടുന്ന് അങ്ങോട്ട് മറിച്ച്, ഒരെണ്ണം ഇങ്ങോട്ട് മറിച്ച്. ഞങ്ങൾ പിന്നെ അവര് വന്ന് നോക്കി പോയതിന്റെ ശേഷം മുറിച്ചതാ. കൊടിയിലൊക്കെ ഇതായത് കാരണം കൊടി എത്ര കളഞ്ഞോ അറിയോ. ആ കൊടിയൊക്കെ ഇപ്പൊ തെങ്ങും മറിക്ക് അങ്ങനെ പോകുന്നതാ. കൊറേ കൊടി അങ്ങനെ കളഞ്ഞല്ലേ. ഇത് കണ്ടില്ലേ, കുറച്ച് നാൾ മുന്നേ കളഞ്ഞ തെങ്ങുകളാട്ടോ. അല്ല ഇതെല്ലാം നല്ല കായ്ഫലമുള്ള തെങ്ങുമായിരുന്നു. മറിച്ചിട്ടേക്കുന്നുണ്ടോ? അത് കാരണം നമ്മൾ ഇതൊക്കെ കൊടിന്ന് ഒഴിവാക്കാൻ വേണ്ടി മുറിച്ചിട്ട് ഇതൊക്കെ അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും മറിക്കുന്ന തെങ്ങുകളാ. ഇത് മുഴുവൻ. ഇത് മാനിന്റെ ആണോ പന്നീരാണോ? ഇത് മാനാ. ഇത് മാനല്ലേ? രണ്ടമാനുണ്ടല്ലോ. പന്നിയെ നമ്മളവിടെ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി ഒന്നും വെച്ചേക്കില്ല. ഇഞ്ചിയൊക്കെ ഇതായി കളയും. ഇതുണ്ടല്ലേ ഒത്തിരി തെങ്ങ് കളഞ്ഞിട്ടുണ്ടല്ലേ? ഇനി അതേമാതിരി അപ്പുറത്തെ പറമ്പിലും കളഞ്ഞിട്ടുണ്ട്. നമ്മളാണ് അത്രയും സൂക്ഷിച്ചിട്ട്. ഇത് കണ്ടോ എന്തായാലും ഇതായിട്ട് പണിയെടുത്ത് പറമ്പ അറിയോ, ഒരു സാധനം വെച്ചേക്കില്ല. രാമേന്ദ്രൻ പറഞ്ഞാന്ന് വെച്ചാൽ ഞങ്ങൾ ബുദ്ധിമുട്ടി കൃഷി ചെയ്യുന്നല്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടില്ല സാധനമൊന്നും. കഷ്ടപ്പെടാൻ മാത്രമല്ലോ. 750 രൂപ തെങ്ങിനെ കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് പറയും. ഒരു വർഷത്തെ തേങ്ങേൻ്റെ പൈസ കിട്ടില്ല. ആ തെങ്ങിന്നൊക്കെ എനിക്കൊരു 3000 രൂപേൻ്റെ തേങ്ങ കിട്ടും ഒരു വർഷത്തിൽ. ആ തെങ്ങിന്ന് 3000 രൂപേൻ്റെ തേങ്ങ ഒരു കളിയിൽ വർഷത്തിൽ കിട്ടും. ഇതുപോലത്തെ ഒരു തെങ്ങ് ആ 3000 കിട്ടും ആ തെങ്ങിന്. അതുപോലാണെങ്കിൽ അപ്പം ഇത് ചുരുങ്ങിയ കൂട്ടി ഒരു 1000 കൂട്ടിയാൽ മതി ഒരു വർഷത്തിൽ. അന്നത്തെ ഇപ്പോൾ ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം ആകാണ്ട് ഇപ്പോഴത്തെ തയ്യൊക്കെ ഒരു 10 വർഷം കൊണ്ട് ഇതൊക്കെ 10-20 വർഷമില്ലേ. ഈ ഒരു തെങ്ങ് വെച്ചാൽ 10 വർഷം നമുക്ക് വരുമാനം ഇല്ലല്ലോ. ഇപ്പം 4 തെങ്ങിൽ കായ് പിടിക്കുന്ന ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പം ഇന്നാൾ 3 അതിന് മുന്നേ. പിന്നെ അത് പിന്നെ ഇത് 10-20 തെങ്ങുണ്ടായിരുന്നതാണ്. ഇനി ഇപ്പോൾ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ട് ഇനി. അതിപ്പോൾ മറിച്ചെന്ന് പറയാം. അപ്പം ലീക്കാണെന്നില്ല. 6 എണ്ണം. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. 10 വർഷം കായില്ല. അതൊക്കെ കായ്ക്കണ്ടല്ലേ.
പിന്നെ പോയതൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ വെട്ടി അവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ആണല്ലേ? ചെറുതും ചെറുതൊക്കെ. എല്ലാ ദിവസവും ആന വരുന്നല്ലേ? എല്ലാ ദിവസവും ഇല്ല. ഇന്നാൾ വരാൻ തുടങ്ങിയപ്പോൾ അതിന് മുന്നേ കുറച്ച് വന്നുകൊണ്ടിരുന്നു. വലിയ ശല്യം ചെയ്തില്ല. കടന്നു പോകും, പുല്ലു തിന്നു. ഇപ്പം ഇതൊക്കെ തിന്നു. നമ്മുടെ കാലിയില്ലേ, ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പശു ഉണ്ടല്ലേ? പശു ഉണ്ടല്ലേ? പശുവുണ്ട്. ഇപ്പം ഇതൊക്കെ കണ്ടില്ല, കുറ്റി കുറ്റിയാക്കി വെച്ചിട്ട് പൊടിച്ചു വരുന്നത് ഇപ്പം കണ്ടില്ലേ. ഇതൊക്കെ മാൻ തിന്നായിരിക്കും അല്ലേ? മാന അത് ഇതൊക്കെ ആന തിന്നതാ. ആന ഉണ്ടല്ലോ. മാന ഈ പുല്ല് അധികം തിന്നില്ല, ആനയാണ് തിന്നുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി ഒന്ന് കാവലിന് വരാൻ പറ്റുമോ, ഒന്ന് നോക്കാൻ വരാൻ പറ്റുമോ? അത് കുറെ പൊടിയും കളഞ്ഞു. കുറെ കഴിഞ്ഞ ഇന്നാളത്തെ ചവിട്ടിയൊക്കെ അതും കുറെ പോയി. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാൻ? അവർ നഷ്ടമൊന്നും നമുക്ക് തരണ്ട, ഒരു നഷ്ടവും തരണ്ട. വരാതിരിക്കാൻ മൃഗങ്ങൾ ഇങ്ങനെ വരാട്ട് കിട്ടിയാൽ എന്ത് ഈ നഷ്ടം തരുന്നത്? നമുക്ക് ഒരു പണിക്ക് പോകുന്ന കൂലിയല്ലേ കിട്ടുന്നത്, ഒരു ഇതെങ്ങനെ കിട്ടുന്നു? ഇപ്പൊ ഒരാൾ പണിക്ക് പോയാൽ 1000 1000 ഒക്കെ പണിയെടുക്കുന്നുണ്ട്. ചുരുങ്ങി 500 ഏതാണ്ട് കിട്ടില്ലേ? അവർ 2 ദിവസം പോയി 1000 പൊട്ടി. ഇവർ 750 രൂപ വരുമാനം ഇത് പറയുന്നത്. നെല്ല് പോയി കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ പറയും. എഴുതി കൊടുത്താൽ അത് പറയുന്ന അവർ നമ്മൾ കണക്കാക്കുന്നതല്ല, അവർ സെന്റിന് ഇത്രയും ഒരു കണക്ക് അവർക്കുണ്ട്, അതാണ് കൊടുക്കുന്നത്. നേരെ മറിച്ച് നമ്മളൊരു മൃഗം അവരുടെ സാധനം കേട് വന്നാൽ അതിൻ്റെ കർശന നടപടി അവരെടുക്കുകയും ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. അവർ സാധനം കളഞ്ഞാൽ കർശന നടപടി എടുക്കും. നമ്മൾ എന്ത് പോയാൽ ഒന്ന് വന്ന് നോക്കും, എഴുതി കൊടുക്കും. അതിനും പൈസ നമ്മൾ മുടക്കണം, കുറച്ച് കയ്യിൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അവർ നഷ്ടേ തരണ്ടേ? നമ്മൾ മൃഗം വരാണ്ട് കിട്ടിയാൽ നമുക്ക് പശുവിനെ വളർത്താൻ, പുല്ലുണ്ടാക്കിയ പശുവിനെ വളർത്താം. ഇപ്പം തെങ്ങ് ഞാൻ പറയാം, എത്ര തെങ്ങാ പോയത്? നമുക്ക് തേങ്ങ ഇപ്പം മേടിക്കലില്ല, എണ്ണയ്ക്കും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മേടിച്ചിട്ട് വേണം നമ്മൾ. പണ്ടൊക്കെ തേങ്ങ ഇല്ലാണ്ട് ഞങ്ങളൊക്കെ കൊതിച്ച് എൻ്റെ മക്കൾ തന്നെ തേങ്ങ തിന്നുമ്പോൾ ഞാൻ പറയാം, മക്കൾ ഇപ്പം തിന്നല്ലേ, തേങ്ങ മേടിച്ചിട്ട് വേണമെന്ന് പറയും. എന്നാൽ ഇപ്പം മക്കൾക്ക് തേങ്ങ വേണ്ട കേട്ടോ, ഞാനാ പിന്നെയും തിന്ന. കുട്ടികളിപ്പോൾ തേങ്ങ അവർക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിക്കാൻ ഈ പനിൻ്റെ പട്ടിനോട് ഞാൻ കഴിക്കില്ല. എന്നാൽ അത്രയും ബുദ്ധിമുട്ട്. ഇതൊക്കെ തൈ വെച്ച് ഇപ്പം പന്നിയും വെച്ചേക്കില്ല. തൈ വെച്ച ഇപ്പം ഞാൻ വീട്ടു പറയുമ്പോൾ കുറച്ച് ഇപ്പം വെച്ചിട്ടുണ്ട്. അത് വെക്കുന്നങ്ങ് പൊക്കി എടുക്കുക തൈ. ഇപ്പോൾ ഇവിടെ ഇനി വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആനയെ കടക്കില്ല എന്ന ധാരണ ശരിക്കും ഒരു ബോധ്യം വരുമ്പോൾ ഇവിടെ ഇനി തൈ വെക്കുന്നുള്ളൂ, അല്ലാണ്ട് വെക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഇവിടെ പ്രധാന കാപ്പി മാത്രമേ ഉള്ളൂ. കാപ്പി, മുളക്, കഴുങ്ങ്. വേറെ കൃഷി എന്ത് ചെയ്യാൻ? വാഴ വെച്ചൊന്നും തീരെ വെച്ചേക്ക്. വാഴ ഉണ്ടെന്ന് ഇവിടെ ഒക്കെ പോയില്ലേ. വാഴ, ചേനയും ചെയ്യുമ്പോൾ വീട്ടിൽ കൂടി അവിടെ വീട്ടിലൊന്നും വെക്കുന്നത് പന്നിയായിട്ട് മലമാനൊക്കെ തിന്നിച്ചാൽ വീണ്ടും മുറ്റത്തുനിന്ന് കളയുമല്ലേ? ഓ, ഇപ്പം പേര് പേരെ അവിടെ വന്നാൽ കാണാം ചേനായിട്ട് ഒക്കെ തിന്ന അവൻ്റെ പേരൻ്റെ അടുത്ത്. അത് മലമാന നമ്മള് കപ്പ, ചേന, ചേമ്പൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന പാർട്ടികളായിരുന്നു. ഇപ്പൊ നമ്മൾ കൂട്ടാൻ വെക്കണമെങ്കിൽ നമ്മൾ അങ്ങാടി പോയി വാങ്ങണം. ആ സ്ഥിതിയിലേക്ക് കാവല് കിടന്നിട്ട് ഇപ്പൊ കിടക്കാൻ പറ്റില്ലല്ലോ. എന്തിനാണ് കണ്ടു ഇപ്പൊ പറമ്പ് കിടക്കാൻ? മറ്റൊക്കെ നമ്മൾ ഏറുമാടം വെച്ച് അങ്ങനെയൊക്കെ കിടക്കും, പേടിയൊന്നുമില്ല. ഇപ്പൊ പറ്റില്ല. പന്നിയല്ലേ, വേറെ മൃഗത്തിന് നമുക്ക് കിടന്നാൽ മതി. ഒറ്റയിട്ടും കൂടി അവർക്ക് അങ്ങനെ കിട്ടി ചേച്ചി കോളനി ഉണ്ട്, അവരെയൊക്കെ മുറ്റത്ത് കൂടെ ഒക്കെയാണ് പോകും. കുറിച്ചാടുന്ന കൊഴിപ്പിച്ച പാർട്ടിന് ഇവിടെ കുറച്ച് 4 വീടുണ്ട്. മിക്ക പറമ്പുകളും ചെല്ലുമ്പോൾ ഇങ്ങനെ കാട് പിടിച്ചു കൊടുക്കും, ആരും ഒന്നും ചെയ്യുന്നില്ല. അല്ല, അത് സംഭവം ചെയ്യാത്തതിന്റെ ഒരു കാരണം ഇത് തന്നെയാ. എന്താ അറിയോ, ചെയ്യും എല്ലാരും പറയും ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങൾ തരികയില്ല. ചെയ്തിട്ട് എന്താ കാര്യം? പശുവിനെ വളർത്തി കഴിഞ്ഞാൽ കടുവ ഉണ്ടാവും. പശുവിനെ പിന്നെ നമ്മളൊക്കെ തൊഴുത്തിൽ. പക്ഷെ ഇതുണ്ട്, ഞാൻ ഇതൊക്കെ പാടത്തിനെടുത്ത പുല്ലായത്. പാൽപ്പാട് ഇഷ്ടം പോലെ അല്ലേ? നമ്മള് ബത്തേരി നിന്നൊക്കെ വരുമ്പോ രാത്രി കാലങ്ങളിലേ 1 മണി 2 മണിയാണെങ്കിലും ആനയെ പറ്റിയ ചിന്തയിൽ നമ്മൾ നടന്നു വരും. ടൗണിൽ ഇറങ്ങിയിട്ട് രാത്രി. എത്ര നാൾ മുന്നേ? ഒരു 10 വർഷം മുന്നേ ഒക്കെ. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ നമ്മൾ 8 മണിയാകുമ്പോ തന്നെ ചിലപ്പം പേടിച്ചിട്ടാ വരും. ഈ വഴിക്കൊക്കെ ഈ വഴിക്കാ. കണ്ടില്ലേ, ഇതൊക്കെ എന്റെ കൂടത്തിൽ വന്ന് മറിച്ചതാ. അതേമാതിരി അത് അപ്പുറത്ത് താഴെ ഉണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണം, അത് ആ ചപ്പിന്റെ അകത്താ ഒരെണ്ണം, അവിടെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് അമ്പഴത്തിൽ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ പറമ്പില്ലേ കാപ്പി. പല ആൾക്കാരുടെ പറമ്പിൽ ഇങ്ങനെ കളയുന്നുണ്ടല്ലേ? പിന്നെ അത് ഒരാളുടെ അങ്ങനെ ഒരു പക്ഷഭേദമൊന്നുമില്ല. നമ്മള് ആന വരുമ്പോ അതിന്റെ പുറകെ ഉണ്ടാവും. അപ്പൊ ഫോറസ്റ്റുകാർ വിളിക്കുമ്പോ വരും, അല്ലെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ഒന്നുമില്ല. എന്റെ കൂമ്പ് ചിലപ്പോ ഒന്ന് തിന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ചിലപ്പോ ഒരു പച്ചപ്പട്ട, ചിലപ്പോ ഒരു അത് ആ പൊട്ടിച്ച് അത്രയൊക്കെ തന്നെ എടുക്കുള്ളൂ. ചെറിയൊരു കഷ്ണം ഇത്ര വലിയ തെങ്ങുകളാണ്.
ഇതിപ്പോ അതിന്റെ അകത്തുണ്ട് ഒരെണ്ണം അവിടെ മറിച്ചുണ്ട് കായ്ക്കുന്നത്. പിന്നെ അത് അവിടെ ഉണ്ട് ഒരു 3-4 അവിടെ ഉണ്ട് താഴെ. അല്ല ആനയൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ടോർച്ചൊക്കെ എടുത്ത് വരും. ഒരു പ്രാവശ്യം ഓടിച്ച് വഴിയിലൊക്കെ തടഞ്ഞു വീണ് ആന ഓടിച്ചിട്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. അല്ലേ അത് കാരണം പിന്നെ ഇപ്പൊ രാത്രി ആ വീട്ടുകാർ സമ്മതിക്കില്ല ആന വരുമ്പോ പോകാൻ. ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാർക്കും തന്നെ എല്ലാ ആൾക്കാർക്കും ഇതേപോലത്തെ അനുഭവം ഉണ്ടാവും. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. കൃഷി ചെയ്യാൻ പറ്റില്ല, അതാണ് കൃഷി ചെയ്യാതെ നമുക്ക് ജീവിക്കട്ടെ. മെയിൻ സൈഡിന് കുറച്ച് ആന ശല്യം കുറവുണ്ട് സൈഡിന്. അങ്ങനെ അറ്റം ചുറ്റും അത് ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ പോലമാളം, അല്ലെങ്കിൽ അപ്പുറം വെളഞ്ചേരിക്കുന്ന്, അല്ലെങ്കിൽ പുത്തന്നൂര്, അല്ലെങ്കിൽ പടിപ്പാറ, ഇങ്ങനെ ഓൾറൗണ്ടറാ. അത് ഞാൻ ഇവർക്കത് വനം തിരിച്ചിട്ട് അവിടെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് മൃഗങ്ങളെ അതിലേക്ക് നിർത്തിയാൽ മതി. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, വിറകിന് പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. കാരണം നമ്മളിവിടെ ശരിക്കും നമ്മളെ പറമ്പിലേതും കൊണ്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റേ തൂക്ക് ഫെൻസിങ് പാസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ റേഞ്ചർ വന്നാൽ ഫണ്ട് വന്നിട്ടില്ല. പാർട്ടിക്കാർ പറയുമോ എല്ലാം വന്നതാ, നാളെ വരും, മഴ മാറ്റാൻ. അവര് ശരിക്കും പാർട്ടിക്കാരാണ് ഇതിന്റെ കുറെ കുഴപ്പമുണ്ടാക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും തമ്മിൽ ഇതാണല്ലോ. ചില പാർട്ടിക്കാരെ വിചാരം അതാണ്, നമ്മുടെ പാർട്ടീൻ്റെ ആന വന്നില്ല, നമ്മുടെ പാർട്ടീൻ്റെ ആന വന്നില്ല എന്നുള്ള ഒരു ദുർദ്ദേശമായിരിക്കാം. ഒരു 20 വർഷം മുന്നൊക്കെ ഞങ്ങൾക്ക് ഏത് രാത്രിയിലേ വരാം. ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കലില്ല. ആന എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നൊരു ചിന്താബോധം ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒന്നാമത് എണ്ണം കൂടി. പണ്ട് കാലങ്ങളിലെ എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും ഞങ്ങളുടെ ആൾക്കാരുടെ വീട്ടിലൊക്കെ തോക്കുണ്ടാവും. അപ്പൊ അതിനൊന്ന് ഇച്ചിരി വേദനയൊക്കെ പറ്റിയാൽ അതൊന്നും പിന്നെ കുറച്ചു കാലം വരില്ല. ഇപ്പൊ ലൈസൻസ് നോക്കില്ല, നമ്മുടെ കണ്ട് കിട്ടിയില്ല, ഒന്ന് അപേക്ഷ കൊടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ നമ്മൾ എന്തെങ്കിലും ഒന്ന് പോകാലോ, ഒന്ന് മുകളിലേക്കും വെടിവെക്കാലോ, മുകളിലേക്കെങ്കിലും വെക്കാലോ. ഇതിന് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ തോക്ക് അവര് കയ്യിലാക്കി. ഇനിയിപ്പോ അത് ഇങ്ങോട്ട് കിട്ടണം. അവരുടെ അടുത്ത് തോക്കൊണ്ട് അവർ തോക്കായിട്ടൊക്കെ വരും. പക്ഷെ അവരൊന്നും വെക്കില്ല. റബ്ബർ ബുള്ളറ്റ് ഒക്കെ ഉണ്ടെങ്കിലും അവർ വെക്കൊന്നുമില്ല. അവർ വെറുതെ ഇതും പിടിച്ച് അതിന് വരുന്നവർക്കൊക്കെ തന്നെ മിക്കവാറും വെള്ളമായിരിക്കും. രാത്രി വരുന്നവർക്ക് മിക്കവാറും. പിന്നെ നമ്മളന്ന് ഒരാളെ എവിടെ കൊണ്ട് ഇരുത്തിയതാ, ഇതിലെ ആന വരും ജീപ്പിൽ ഇരുന്നോളാൻ മറ്റ് ആളെ പേര് ഓർക്കുന്നില്ല. അവസാനം മൂപ്പര് ആന വന്നു വന്നപ്പോ തെര താഴെ കിടക്കുന്നത്. വണ്ടിയിൽ നിന്ന് പെറുക്കിയെടുക്കാം, പിന്നെ ആനനെ വെടിവെക്കാൻ പറ്റും. അത് ചാവൊന്നുമില്ല. അത് ആനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് റേഞ്ചർ വന്നത് അതങ്ങോട്ട് അവിടെ പ്രസ്സാവും. അപ്പൊ ഒരു അടിയോട്ട് മുടിവരെ ഇങ്ങനെ ഒരു തരിപ്പ് വരുന്നു. അപ്പൊ ആന ഓടുന്നാ പറഞ്ഞത്. എന്ത് സാധനം? ഈ റബ്ബർ ബുള്ളറ്റ്. പക്ഷെ അതുപോലെ അവര് ചെയ്യില്ല. ചെയ്യാനുള്ള അവർക്ക് കപ്പാസിറ്റി ഇല്ലാന്നാ ഞാൻ മനസ്സിലാക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള മൂടൊന്നുമല്ല. അവർക്ക് ഇപ്പൊ എന്താ, അവർക്ക് മാസം എണ്ണി ശമ്പളം വാങ്ങിക്കാം. അവരെ കുട്ടികൾ പട്ടിണിയായാലും അവരെ കുട്ടികളെ വിദ്യാഭ്യാസം നടക്കും, എല്ലാം നടക്കും. കൃഷിക്കാരെ രക്ഷിക്കല് ഒന്നും ഉണ്ടാവില്ല. നമ്മളിത് പോയിട്ട് നമ്മളെ കുട്ടികളവിടെ പട്ടിണിയാവും. നമ്മളിത് നമ്മളെ കുട്ടികൾ പട്ടിണിയാ. കൃഷി ആരും ചെയ്യട്ടെ, ശമ്പളം ഈ ശമ്പളം കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, നിങ്ങളുടെ ശമ്പളത്തിന്റെ പകുതി ഞങ്ങള് ഒഴിവാക്കാം. അവര് തരുവോ? 1 രൂപ തരുവോ? തരില്ല. കുറെ ആൾക്കാർ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ വയൽ കൃഷിയൊക്കെ ഇവിടെ എത്രയോ കുറഞ്ഞതിന്റെ കാരണം ഇതാണ് മൃഗശല്യം. പിന്നെ ആ ഭാഗത്തൊന്നും നെല്ല് നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ ഫുൾ വയലിലും ഇതാ. ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞണ്ണന്തൊക്കെ നമ്മളെ കൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ടാ. ഒരു കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഒരു അരിയാകാരം കഴിക്കില്ല. അരിയല്ല കൃഷി ചെയ്ത്. പിന്നെ എന്തെങ്കിലും സ്ട്രൈക്ക് ആകുമ്പോ ഒരു 4 ദിവസം വന്നില്ലെങ്കിലോ? കൃഷിക്കാരെ മുൻഗണന കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യിപ്പ്. കർണാടക തമിഴ്നാടൊക്കെ ഒന്നില്ല, കൃഷിക്കാർക്ക് കുറെ ആനുകൂല്യങ്ങളൊക്കെ ചെയ്യും. ചെയ്യും. ഇവിടെ ഒന്നും ചെയ്യില്ല. അല്ല, അവിടെ ആ ഗുണ്ടൽപേട്ടൊക്കെ ആണെങ്കിലും എത്രയും ആ ബോർഡറിൽ കിടക്കുന്ന ആൾക്കാരും കൃഷി ചെയ്യുന്നില്ലേ? അവരൊക്കെ നിർത്തണ്ടേ? പിന്നെ അത് സംവിധാനം ചെയ്തു. ഇവിടെയൊക്കെ എല്ലാവരും നിർത്തി പോവാ. അപ്പം നമ്മൾ കണ്ടല്ലോ, അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. ഇത് തന്നെയാണ് കേട്ടോ ചെതലയം ഭാഗത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും ആൾക്കാരും ജനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ. കൃഷിക്കാരാണ്, കർഷകരാണ്. അപ്പോൾ പക്ഷേ അവർക്ക് സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. എന്ത് കൃഷി ചെയ്താലും അതൊക്കെ ആനയും മാനും കാട്ടുപോത്തും കാട്ടുപന്നിയൊക്കെ മത്സരിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കണ്ടു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അവർ പറയാം, ഇപ്പോൾ പണ്ടൊക്കെ ഇവരുടെ ഇപ്പം നമ്മൾ ഈ നടക്കുന്ന വഴിയൊക്കെ ഇതൊക്കെ എല്ലാം സ്വകാര്യ ഭൂമിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇത് ഫോറസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ഫോറസ്റ്റ് അല്ല. ഫോറസ്റ്റൊക്കെ ഇവിടുന്ന് അപ്പുറത്താണ്. അവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ ആന ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് കൃഷി ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ആദ്യം ഒരുക്കി കൊടുക്കേണ്ടത്. കർഷകരില്ലാതെ ഒരിക്കലും ഒരു നാട് മുന്നോട്ട് പോയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ലോജിക്കാണ്. ഇന്നും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിക്കാമെന്ന് പറയുന്നതൊക്കെ വെറും
മൂടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെയും കൃഷി ചെയ്തിട്ട് തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യം കിട്ടുന്നത്? അത് അവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അത് ഞാൻ ആ ചേട്ടൻ ചോദിച്ചത്. എത്രയും പെട്ടെന്ന് കർഷകർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ വരട്ടെ. കൃഷി സംരക്ഷിക്കാനും അല്ലെങ്കിൽ കർഷകർക്ക് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകട്ടെ. ആനകളെ കൃത്യമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള സംവിധാനം ചെയ്യട്ടെ. എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു പേരിന് ഒരു ഫെൻസിങ് ഇട്ട് ആനകൾ ഇഷ്ടം പോലെ പറമ്പിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്തയാകുമ്പോൾ മാത്രം 4 പേരെ കാവലിന് വെച്ച് എന്താ പറയുക, ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് എവിടെ ആന ഇറങ്ങിയാലും അതിനെ കൃത്യമായിട്ട് തുരത്താനും അല്ലെങ്കിൽ ആന ഇറങ്ങാതിരിക്കാൻ തന്നെയുള്ള സംവിധാനമൊക്കെ ആക്കാനായിട്ടാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ? അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.